നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 27-കാരനായ IT ഉദ്യോഗസ്ഥൻ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തൊട്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ലൈംഗിക ഉദ്ധാരണം തൃപ്തികരമായിട്ട് സംഭവിക്കുന്നില്ല. ആ പ്രശ്നത്തിൻ്റെ തീവ്രത കൂടി വരുന്നു. ഇപ്പോൾ അതൊട്ടും ലൈംഗിക ബന്ധത്തിന് സാധ്യമാകാത്ത രീതിയിലേക്കുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ സംഭവിക്കുക എന്നുള്ളൊരു അസ്വാഭാവികമാണ്. സാധാരണ കുറച്ചുകൂടെ പ്രായം ചെന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത്. ചോദിച്ചു നോക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് നിരന്തരമായി പുകവലിക്കുന്ന സ്വഭാവം ഈ ചെറുപ്പക്കാരനുണ്ട്. അയാൾ പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് ദൂരെയുള്ള ഒരു ബന്ധു വീട്ടിലേക്ക് മാറ്റി നഗരത്തിലുള്ളൊരു സ്കൂളിൽ +2 വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർത്തു. അവിടെ മികച്ച വിദ്യാഭ്യാസം കിട്ടും, ഉപരിപഠനത്തിനൊക്കെ സൗകര്യമായിരിക്കുമെന്ന് കരുതിയാണ് അങ്ങോട്ട് വിട്ടത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ സിഗരറ്റ് വലി ആരംഭിച്ചത്. അത് 2 കൊല്ലം കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ എഴുതി നല്ല റാങ്കോടുകൂടി ഒരു പ്രമുഖമായിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടി. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഹോസ്റ്റലിലായിരുന്നപ്പോഴാണ് ഈ പുകവലി ശീലം നിരന്തരമായത്. എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മദ്യത്തോട് വലിയ താല്പര്യമില്ല. ഇടയ്ക്ക് പാർട്ടികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആഘോഷവേളകളൊക്കെ വരുമ്പോൾ മദ്യപിക്കും. മറ്റ് ലഹരി വസ്തുക്കളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കഞ്ചാവ് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വല്ലപ്പോഴും 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പുകവലി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പലപ്പോഴും ഈ പരീക്ഷ അടുക്കുമ്പോഴാണ് പുകവലിയുടെ തീവ്രത കൂടുന്നത്. ഇപ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ ഇദ്ദേഹം ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിയിട്ട് രാത്രിയിലുടനീളം ഈ സിഗരറ്റ് ഇങ്ങനെ പുകച്ചുകൊണ്ട് ഇരുന്ന് പഠിക്കും. രാവിലെ ആകുമ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് തീരും, അദ്ദേഹത്തിൻ്റെ പഠിത്തവും പൂർണ്ണതയിലെത്തും. പരീക്ഷയ്ക്ക് പോയി നല്ല മാർക്ക് വാങ്ങി ജയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വളരെ വിജയകരമായി എല്ലാ പരീക്ഷകളും എഴുതി ജയിച്ചു. മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് പറയാനുമില്ല. അദ്ദേഹം ആരുമായിട്ടും വഴക്കുണ്ടാക്കാൻ പോകാറില്ല. ക്യാമ്പസിൽ മറ്റ് അടിപിടിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മറ്റാരുമായിട്ടും ഒരു തരത്തിലുള്ള വലിയ ശല്യമൊന്നുമില്ല. കുറച്ച് സുഹൃത്തുക്കളുടെ സംഘമുണ്ട്. ആ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ചിലപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ മദ്യപിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. മദ്യപിച്ചാൽ തന്നെ വലിയ ബഹളമൊന്നും ഇദ്ദേഹം ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ആർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ പരാതികളൊന്നുമില്ല. അദ്ദേഹം 7ാം സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരു പ്രമുഖ IT കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. ജോലി സ്ഥലത്തും വളരെ മികവ് അദ്ദേഹം പുലർത്തുന്നുണ്ട്. പക്ഷേ അവിടെയും കുഴപ്പം ഇതാണ്, ഈ ജോലി ചെയ്യുന്ന സമയത്ത് അത് ഇൻറ്റൻസായിട്ടിരുന്ന് ഫോക്കസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കണം. അപ്പോൾ ജോലിക്കിടയിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഇരുന്ന് വലിക്കാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടൊരു സിഗരറ്റ് വലിച്ചിട്ടേ തിരിച്ചു വരും. ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടും. പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെയൊക്കെ ടൈമിലാണ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. ആ ഒരു ഘട്ടത്തിലൊക്കെ വർക്ക് ഫ്രം ഹോം അവസരങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഇദ്ദേഹം ഈ തുടർച്ചയായി സിഗരറ്റ് വലിക്കുന്നത് തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു 40 മുതൽ 60 സിഗരറ്റ് വരെ ഒരേ ദിവസം വലിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരുപാട് തകരാറുകളുണ്ടെന്ന് പറയാമെങ്കിലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ സിഗരറ്റ് ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടാക്കും, ഹൃദയാഘാതം ഉണ്ടാക്കും, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ക്യാൻസറിന് കാരണമാവും എന്നൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെ വരുന്നതിന് വളരെ മുൻപ് തന്നെ ഈ സിഗരറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കും. ആദ്യം ചെറിയ രക്തക്കുഴലുകളായിരിക്കും അടയുന്നത്. കാരണം സിഗരറ്റിലുള്ള നിക്കോട്ടിൻ എന്ന പദാർത്ഥം പോയി രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അടിഞ്ഞുകൂടി രക്ത ഓട്ടം തടസ്സപ്പെടുത്തും. ആദ്യം ചെറിയ രക്തക്കുഴലുകൾ അടയുമ്പോൾ ഈ കയ്യിലെയും കാലിലെയും ഒക്കെ നാഡികളിലേക്കുള്ള രക്തം സപ്ലൈ ചെയ്യുന്ന ചെറിയ രക്തക്കുഴലുകൾ അടയുമ്പോൾ കൈക്കും കാലിനൊക്കെ ചെറിയ പെരുപ്പ് വരും. അടുത്ത ഘട്ടത്തിൽ അല്പം കൂടെ വലിയ രക്തക്കുഴലുകൾ അടയും. ആ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും കാലിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെട്ട് അവിടെ മുറിവ് പോലത്തെ സംഗതികൾ വരികയും ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെട്ടിട്ട് ലൈംഗിക ഉദ്ധാരണ ശേഷി കുറവ് വരികയും ചെയ്യുന്നു. അപ്പോൾ സ്ഥിരം പുകവലിക്കാരായ വ്യക്തികൾക്ക് ഈ ലൈംഗിക ഉദ്ധാരണ ശേഷി കുറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അധികം വൈകാതെ വലിയ രക്തക്കുഴലുകൾ അടയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ രക്തക്കുഴൽ എന്ന് പറയുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തം പോകുന്ന രക്തക്കുഴൽ, അതടഞ്ഞാൽ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് വരാം. തലച്ചോറിലേക്കുള്ള രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ, അതടഞ്ഞു കഴിഞ്ഞാൽ പക്ഷാഘാതം, സ്ട്രോക്ക് വരാം. അപ്പോൾ ഈ അമിതമായി പുകവലിക്കുന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷി കുറവ് വന്നുവെങ്കിൽ
നമ്മൾ ഉടനടി അത് പുകവലി നിർത്താനുള്ള ചികിത്സ കൊടുക്കണം. ഇല്ലെങ്കിൽ അധികം വൈകാതെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ വരാം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വ്യക്തിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പ്രശ്നം, ഇതൊരു ഗൗരവമായൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹത്തിന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം ചികിത്സയ്ക്ക് തയ്യാറായി. അപ്പോൾ ചികിത്സയിൽ നമ്മൾ ഈ പുകയില ഉൽപ്പന്നങ്ങളോടുള്ള ആസക്തി കുറയാൻ സഹായിക്കുന്ന ആൻറ്റി ക്രേവിങ് മെഡിക്കേഷൻസ്, ആസക്തി വിരുദ്ധ ഔഷധങ്ങളുണ്ട്. അതുപോലെ ഈ വലിയ അളവിൽ ഈ പുകവലിച്ചുകൊണ്ടിരിക്കുക, 40 തൊട്ട് 60 സിഗരറ്റ് വരെയാണ് ദിവസം. പെട്ടെന്ന് അത് നിർത്തുമ്പോൾ ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാം, കുറച്ച് വിറയലും അമിത ഉത്കണ്ഠയും ഒക്കെ വരാം. ഇത് മാറ്റാൻ വേണ്ടി നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. ഈ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ചില പാച്ചുകൾ പോലെയുള്ള സംഗതികളുണ്ട്. ഈ പാച്ചുകൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവ് നിക്കോട്ടിൻ അത് രക്തത്തിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. പതിയെ ആ പാച്ചുകളുടെ ആ സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് വന്ന് ഒരു 12 ആഴ്ച കൊണ്ട് ആ പാച്ചുകൾ പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യാം. ഈ ചെറുപ്പക്കാരൻ ആ ചികിത്സയോട് സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകുക വഴി ഇദ്ദേഹത്തിനൊരു 3 മാസക്കാലം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സിഗരറ്റ് വലി ഒഴിവാക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ രക്ത ഓട്ടം ക്രമീകരിക്കാനുള്ള ചികിത്സകളും കൂടെ കൊടുത്തപ്പോൾ ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ധാരണശേഷിക്കുറവ് പൂർണ്ണമായി മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞൊക്കെ ഉണ്ട്. വളരെ സന്തോഷമായിട്ട് പിന്നീട് ഒരിക്കലും അദ്ദേഹം സിഗരറ്റ് വലിയിലേക്ക് മടങ്ങി പോയിട്ടുമില്ല. വളരെ സന്തോഷമായിട്ട് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നന്ദി, നമസ്കാരം.